വരുന്നത്. കനാലിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന പഴയ പാലാണ് ആ കാണുന്നത്. പഴയ പാലം റീവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. റീവർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ബ്ലോക്കുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും പുതിയൊരു പദ്ധതി വന്നിട്ട് പോലും നമുക്ക് ഇത് പൂർണ്ണമായൊരു രീതിയിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെന്നില്ല അറിയുമ്പോൾ സങ്കടമുണ്ട്. വൃത്തിയുണ്ട് ഈ ഭാഗത്തേക്ക്. ഇങ്ങോട്ട് തിരിച്ച് ഈ ഭാഗത്തേക്കാണ്, ഇവിടെയാണ് മാർക്കറ്റ് പോലെ ആയിട്ടുണ്ട്. മീൻ കച്ചവടം, വെള്ളക്കെട്ടും എല്ലാം വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വൃത്തിയാടാക്കിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊന്നാനി ഭാഗത്താണ്. NH66 വർക്കിൽ വളരെ പുരോഗതിയുള്ളൊരു ഭാഗം കൂടെയാണ്. ഈ ഭാഗത്തുള്ള പുതിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എത്തിയിട്ടുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മെർജിങ് പോയിൻറ്റിൻ്റെ ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇതാണ് പൊന്നാനി ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു മെർജിങ് പോയിൻ്റ്. ആ ഭാഗത്തേക്ക്, ഈ മെർജിങ് പോയിൻറ്റിലൂടെയാണ് നമ്മൾ പൊന്നാനി ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ ഇറങ്ങിപ്പോവുക. അതിനുള്ളൊരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ കാണാൻ നമുക്ക് ഫുൾ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മഞ്ഞ ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ വർക്കുകൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ആ ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ താഴ് ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അവിടെയുള്ള വർക്കുകൾ എന്തൊക്കെയാണ് പുതുതായിട്ട് അവിടെ വന്നിട്ടുള്ളത്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇതിൻ്റെ താഴ് ഭാഗത്തുള്ള വർക്കുകളൊക്കെ എന്താണെന്ന് നമുക്ക് അവിടെ ഫിനിഷിങ് വർക്കുകൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അവിടുന്ന് നമുക്ക് പുതുപൊന്നാനി ഭാഗം വരെയാണ് പോകുന്നത്. ഈ കാണുന്ന മെർജിങ് പോയിൻറ്റിലൂടെയാണ് നമ്മൾ പൊന്നാനി ഭാഗത്തേക്ക് പോകുന്നത്. പൊന്നാനി ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇനി അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഇവിടെ വന്നിട്ട് വളരെ കൂടുതൽ ദിവസങ്ങളായി പൊന്നാനി ഭാഗത്തേക്ക് വന്നിട്ട്. ഈ കാണുന്ന റോഡാണ് നമ്മുടെ എടപ്പാൾ ചെമ്പ്രവട്ടം ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ നമ്മൾ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് ഫുള്ളായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഫുള്ളായിട്ട് വാഹനങ്ങൾ ഓട്ടോ സ്റ്റാൻഡ് പോലെ ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കുറേ കാട് പിടിച്ച് കിടക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ ക്ലിയറായി ചെയ്തിട്ടില്ല. ഇനിയും ഒരുപാട് വർക്കുകളൊക്കെ നടക്കാനുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അടിഭാഗത്ത് നടക്കുന്നതെന്ന് അറിയാൻ വന്നതാണ്. അവിടെ കുറച്ച് ഭാഗത്തൊക്കെ മണ്ണൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മുൻഭാഗത്ത് അത്യാവശ്യം വലിയൊരു ഫ്ലൈ ഓവറാണ് ഈ പൊന്നാനി ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുൻഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ബാക്കിയുള്ള ഭാഗത്തേക്ക് ഫുൾ വർക്ക് കഴിഞ്ഞതുകൊണ്ട് പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രാഫിക് ബ്ലോക്കൊന്നും അനുഭവപ്പെടുന്നില്ല. നല്ല രീതിയിൽ വാഹനങ്ങൾ മുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇരുമ്പിൻ്റെ ഗർഡർ ഉപയോഗിച്ചാണ് പാലത്തിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം വലിയൊരു ഗ്യാപ്പുണ്ട് ഇങ്ങനെ റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇങ്ങോട്ടുള്ള ഈ ഭാഗത്തോട്ടാണ് നമ്മുടെ പൊന്നാനി പഴയ ടൗൺ ഭാഗങ്ങളൊക്കെ. ഇതാണ് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന റോഡ്. ഇതാണ് ശരിക്ക് പൊന്നാനി CV ജംഗ്ഷൻ എന്നാണ് ഇങ്ങോട്ട് പറയൽ ശരിക്ക്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ഭാഗത്ത് ഇവിടെയൊക്കെ ഇതിൻ്റെ ഫില്ലറിൽ ഫുള്ളായിട്ട് സിനിമാ പോസ്റ്ററുകളും മറ്റുള്ള പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ താഴ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ മീൻ കച്ചവടം എല്ലാം കൂടെ ആയിട്ട് ഒരു വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് കാണുമ്പോൾ നമുക്കറിയാം. ആണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നത്. ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇവിടെയൊക്കെ കുറച്ചൊക്കെ വൃത്തിയുണ്ട് ഈ ഭാഗത്തേക്ക്. ഇങ്ങോട്ട് തിരിച്ച് ഈ ഭാഗത്തേക്കാണ്, ഇവിടെയാണ് മാർക്കറ്റ് പോലെ ആയിട്ടുണ്ട്. മീൻ കച്ചവടം, വെള്ളക്കെട്ടും എല്ലാം വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ട്. പിന്നെ കുറേ തൂണിൽ പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി പുതുപൊന്നാനി ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ഇതിൻ്റെ അടിഭാഗത്തുനിന്നുള്ള കാഴ്ചകളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെപ്പോലെ എനിക്കും ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഇനി നമുക്ക് പുതുപൊന്നാനി ഭാഗത്ത് പുതിയ പാലം വന്നിട്ടുണ്ട്. പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ, ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ്, എത്രത്തോളം വർക്കുകൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട വിരിച്ച് മറ്റുള്ള ജിമ്മ് ആക്ടിവിറ്റീസുകളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ പൊന്നാനി വന്നിട്ടുള്ള വയഡക്റ്റ് പോലെ, വയഡക്റ്റ് തന്നെയാണ്, വയഡക്റ്റ് പാലം തന്നെ പറയാം. ഫ്ലൈ ഓവർ പാലം. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
നമ്മുടെ പൊന്നാനി ജംഗ്ഷന് ആ ഭാഗത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം വന്നതിൻ്റെ ശേഷമാണ് ഇവിടെ നമുക്ക് ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു മെർജിങ് പോയിന്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കനാലിൻ്റെ മുകളിലൂടെ പോകുന്ന നമ്മുടെ ഹൈവേൻ്റെ പാലം വരുന്നത്. അപ്പോൾ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഈ മഞ്ഞ ലൈനിട്ട് ഭാഗത്തൂടെ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ സൗണ്ടിൽ ഒക്കെ ഒരു മാറ്റമുണ്ട്. വളരെ വേഗത്തിൽ പോകുന്ന സമയത്ത് സൗണ്ടിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കട്ടിയുള്ള ഒരു രീതിയിലാണ്. ഇവിടെ കാണാം നമുക്കൊരു KSRTC ബസ് വരുന്നത്. ഇത് ഗുരുവായൂർ ബസ്സാണ്. ഇത് പൊന്നാനി ഭാഗത്തുനിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. ഇതിലൂടെ കയറിയില്ല, നേരെ പോയിട്ടാണ് അവിടെ നിന്നാണ് അവർ പോകുന്നത് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്ത് എങ്ങനെയാണെന്ന്. അതോ ഞാൻ പറഞ്ഞത് തെറ്റിയോ എന്നറിയില്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ കനാൽ വരുന്നത്. അതിൻ്റെ മുൻഭാഗത്താണ് ഇതിൻ്റെ പാലത്തിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോയി നോക്കുകയാണ്. ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് വളരെ കൂടുതൽ ദിവസങ്ങളായി. അതുകൊണ്ട് കുറച്ച് ഫാൾട്ടുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് തെറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ അവിടുന്ന് KSRTC ബസ്സിനെ കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ KSRTC ബസ് പറഞ്ഞാൽ അവിടെയുള്ള ഭാഗത്ത് അവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. ആ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയാൽ പൊന്നാനി ടൗൺ ഭാഗത്തേക്ക് എത്തുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റോട്ടിലൂടെ നേരെ ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മുടെ കനാൽ വരുന്നത്. കനാലിൻ്റെ മുകളിലൂടെ കടന്നു പോകുന്ന പഴയ പാലമാണ് ആ കാണുന്നത്. പഴയ പാലം റീവർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. റീവർക്ക് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിൽ പുതിയ ക്രാഷ് ബാരിയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുകൾ ഭാഗത്തൂടെ ഒന്ന് പോയിട്ട് എന്താണ് അവിടെയുള്ള പുതിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, ഇതിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഒരു സൈഡിൽ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞാൽ ഒരു സൈഡിൽ പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കണ്ടതാണ് കനാലിൻ്റെ മുകളിലൂടെയുള്ള പാലത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്രകൾ. അതെ, ഈ ഭാഗത്താണ് ഒരു അണ്ടർപാസ് വന്നിട്ടുള്ളത്. അവിടുന്ന് നേരെ പോയാൽ പൊന്നാനി നമ്മൾ നേരത്തെ കണ്ട ജംഗ്ഷനിലേക്ക് എത്തും. ഇങ്ങോട്ട് പഴയ പൊന്നാനി ടൗൺ ഭാഗങ്ങളിലേക്ക് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കുള്ള ഒരു വഴിയും കൂടെയാണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുക കമൻറ്റിലൂടെ. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം പൊന്നാനി കൊല്ലൻപടി പറഞ്ഞിട്ടുള്ള ഒരു ബോർഡൊക്കെ. ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടാണ് കൊല്ലൻപടി പറഞ്ഞ ഇടത്തോട്ട് കൊല്ലൻപടി ഭാഗത്തേക്ക് പോകുന്നത്. വലത്തോട്ട് ഈ അണ്ടർപാസ് കടന്നിട്ടാണ് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള പ്രവാസികളൊക്കെ ഉണ്ടാവും. അവർ ഈ കറക്റ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് സാധ്യമാവൂ. അതിനായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അണ്ടർപാസ് കടന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പള്ളപ്പുറം എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനും കൂടെയാണ്. ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പറയുന്ന പേരാണ്. ഈ വഴിയും നമ്മളെ പൊന്നാനി നമ്മുടെ ജംഗ്ഷനിലേക്ക് പോകുന്ന ഒരു റോഡും കൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് അണ്ടർപാസിൻ്റെ മുകളിലൂടെ നമുക്ക് ഹൈവേയിലൂടെ നമുക്ക് പുതുപൊന്നാനി ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അണ്ടർപാസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡ്രെയിനേജ് കൂടെ വന്നിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ മുകളിലിട്ട് ഇത് ക്ലിയർ ആയിട്ടില്ല. അതിൻ്റെ സ്ലാബുകളൊന്നും അതിങ്ങനെ ഇളകി കളിക്കുന്നുണ്ട്. അതിനി ക്ലിയർ ചെയ്യുമോ അറിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിലൂടെ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട്. ആ മെർജിങ് പോയിൻറ്റിലൂടെ ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. അവിടെ തന്നെ ഒരു ബസ് സ്റ്റോപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഹൈവേൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കനാലിൻ്റെ മുകളിലൂടെ കടന്നു പോയിൻ്റെ പഴയ പാലത്തിൻ്റെ കഴിവരികളൊക്കെ കാണാൻ നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ഇനി പൊട്ടിച്ച് മാറ്റുക, അതിൻ്റെ പുതിയ രീതിയിലേക്ക് മാറ്റുക ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇത്രയും ഭാഗത്ത് ഇവിടെ ടാറിങ് ഒക്കെ കഴിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പുതുതായിട്ട് ക്രഷ് ബാരിയറുകൾ വരാൻ സാധ്യതയുണ്ട്. അവിടെ കാണാം നമുക്ക് പുതുതായിട്ട് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ആ ഭാഗത്തും നടക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞ് നല്ല അടിപൊളിയാണ്. പള്ളാമ്പ്രം എന്നാണ് ശരിക്കും ഈ ഭാഗത്തിൻ്റെ പേര്. ആദ്യം എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ബോർഡുകൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് നമ്മുടെ ഈ
ഭാഗത്ത് വന്നിട്ടുള്ള പുതുതായിട്ട് വന്നിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നല്ലൊരു രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. വർക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നല്ല സ്പീഡിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി ഹൈവേയിൽ വർക്കുകൾ നടക്കാനുള്ളത്. നമ്മുടെ കൊളപ്പുറം കൂരിയാട് ഭാഗത്ത് കോട്ടക്കൽ ബൈപ്പാസിൽ, പിന്നെ നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത്, പിന്നെ കഴിഞ്ഞ വീഡിയോ കാണിച്ച കുറ്റിപ്പുറം ഭാഗത്ത്, അങ്ങനെയുള്ള ഭാഗത്തൊക്കെയാണ് ഇനി വർക്കുകൾ വളരെ കുറഞ്ഞ ഭാഗത്താണ് ഇനി ഉള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടാൽ അത് നിങ്ങളെ അറിയിക്കാറുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാം പഴയ പാലത്തിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ ഓടുന്നുണ്ട്. അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് ഭാഗത്ത് ഇവിടെ മണ്ണുകളൊക്കെ കൂടി കിടക്കുന്നത് കാണാം. ഈ പുതിയ ഹൈവേ വന്നിട്ടുള്ള കുറച്ചും കൂടെ ഉയർന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് സെൻറ്റർ ഭാഗത്ത് പഴയ പാലവും പഴയ റോഡും കാണാൻ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ക്രാഷ് ബാരിയറുകൾ ഉയർത്താനുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവിടെ കട്ടായിട്ട് ലെവൽ ചെയ്യുമോ എങ്ങനെയാണെന്ന് ഒന്നും നമുക്കറിയില്ല. ഇനി വർക്കുകൾ വരാനുള്ളതാണ്. അപ്പോൾ ബാക്കിയുള്ള നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഇനി ഈ ഭാഗത്തൊന്നും വലിയൊരു വർക്കുകളൊന്നും വരാനില്ല. ഇതാണ് ഇങ്ങോട്ട് പിടിച്ച ഒരു ക്ലിയർ കുറവുണ്ട്. ഇതാണ് രണ്ട് പാലത്തിൻ്റെ ഡിഫറൻ്റായുള്ള ഒരു ഷേപ്പ് കാണാം നിങ്ങൾക്ക്. പുതിയ പാലത്തിൻ്റെ ഭാഗത്ത് സർവീസ് നടപ്പാത വരെ ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്ത് നടക്കുന്ന ഒരു ഗ്യാപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നടപ്പാത കൊടുത്തത് എന്തിനാണെന്ന് അറിയില്ല. ഈ ഹൈവേൻ്റെ മുകളിലേക്ക് ആളുകൾ ഒരുപക്ഷെ കടന്നു വരാൻ സാധ്യതയില്ല. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൈവേ ആണ്, ഫുള്ളായിട്ട് ഹൈവേ ആണ്. പിന്നെ ഇവിടെ നടപ്പാതൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട് വന്നു എന്നറിയില്ല. നമുക്ക് ഇനി ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് വളരെ ദൂരം സഞ്ചരിച്ച് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു സങ്കടകരമായൊരു കാഴ്ചയാണ് കാണുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ പഴയ പാലം ഉണ്ടായിരുന്നു. ആ പഴയ പാലത്തിന് മുകളിൽ റീവർക്ക് ചെയ്ത് ടാറിങ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പുതിയ കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി വളരെ കുറവാണ്. ഇങ്ങനെയുള്ള കുറേ പാലങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ കൊളപ്പുറം കൂരിയാട് ഭാഗത്ത്, അതുപോലെ കോഴിക്കോട് ഭാഗത്ത്, അങ്ങനെയുള്ള ഒരുപാട് ഭാഗത്ത് വരുന്ന പാലങ്ങളൊക്കെ പഴയ പാലം തന്നെയാണ്. അത് റീവർക്ക് ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നിർമ്മാണം നടന്നിട്ടുള്ളത്. ഇതാണിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള പുതുപൊന്നാനിയിലുള്ള പാലം. പഴയ പാലത്തിൻ്റെ അതേ വീതിയിൽ തന്നെ ഇതിൽ 3 ലൈനായിട്ട് എങ്ങനെ പോകുകയെന്ന് ഒരു ഐഡിയ ഇല്ല. ശരിക്കും 2 വാഹനങ്ങൾക്ക് പോകാനുള്ള വീതി മാത്രമാണ് ഇതിനുള്ളിൽ കാണുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴുള്ള ഹൈവേയിൽ വളരെ ദൂരത്ത് നിന്ന് സ്പീഡിൽ വാഹനങ്ങൾ വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചുരുങ്ങിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട്. റോഡിൽ വാഹനങ്ങൾ വരുമ്പോൾ ഇവിടെ കൂടി നിൽക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ എത്തുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ബ്ലോക്കുകൾ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ബ്ലോക്ക് ഒഴിവാക്കാനും വേഗത്തിൽ യാത്ര ചെയ്യാനും വേണ്ടിയാണ് ഇങ്ങനെയുള്ള പുതിയ സംവിധാനങ്ങൾ ഹൈവേൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയത്. പക്ഷേ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. പുതുതായിട്ടുള്ള ഒരു നിർമ്മാണമായിട്ട് പോലും ഇതൊന്ന് പൊളിച്ച് പുതിയ രീതിയിലേക്ക് വർക്കുകൾ നടന്നിട്ടില്ല. ഇതാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത്. ഇതാണ് ഈ പുഴ. ഇതിൻ്റെ അങ്ങോട്ടുള്ള ആ ഭാഗത്തേക്കൊക്കെ വരുന്ന വഴിയിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ നിന്നുള്ള പുതിയതായിട്ട് അങ്ങോട്ടാണ് നമ്മുടെ ഹൈവേൻ്റെ ബാക്കിയുള്ള റോഡ് പണിയൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ എത്ര ആയിട്ടും എനിക്കൊന്ന് പറയാൻ ഒരു കിട്ടുന്നില്ല. അത്രത്തോളം ഒരു സങ്കടം തോന്നുക. നമ്മുടെ നാടിൻ്റെ ഒരു വികസനമാണ് ഇത്രയും വലിയൊരു ഹൈവേ വരുന്നത്. അത് പോലും നമ്മളിപ്പോഴും അതിലും എന്തൊക്കെയോ ഒരു പിശുക്ക് കാണിക്കുന്ന പോലെ പഴയ പാലത്തിലൂടെ തന്നെ റീവർക്കൊക്കെ ചെയ്തിട്ട് നടത്തുന്നത് കണ്ടിട്ട് ഇനി വരുന്ന തലമുറക്ക് പോലും ഉപയോഗിക്കാനുള്ള രീതിയിലേക്കുള്ള നിർമ്മാണങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പല ന്യൂസുകളിലും പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും വലിയൊരു പദ്ധതിയിൽ ഇത്രയും ചെറിയ ഒരു പാലം തന്നെ, പഴയ പാലം തന്നെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊക്കെ വളരെ സങ്കടം തോന്നുന്നു. അപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വാഹനങ്ങളൊന്ന് വേഗത കുറയ്ക്കേണ്ടി വരും. പിന്നെ 2 ലൈനായിട്ട് വാഹനങ്ങൾ പോവേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഈ ഭാഗത്തേനെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതൊന്ന് നോക്കാം. അങ്ങോട്ട് വെയിലായതുകൊണ്ട് പിടിച്ചാൽ ക്ലിയർ കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അവിടെ പോയതിൻ്റെ ശേഷം കാണിക്കാം. അപ്പോൾ നമുക്ക് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്താണെന്ന് നോക്കാനുണ്ട്.
ഈ കാണുന്ന റോഡാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പുതുപൊന്നാനി ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് അതുപോലെ പൊന്നാനി ഭാഗത്തേക്കൊക്കെ പോകുന്ന ഭാഗം. ഈ ഭാഗത്തേനെ നമുക്ക് കണ്ടാലറിയാം ഇത്രയും നല്ല വീതിയിലാണ് ഇവിടെയൊക്കെ റോഡ് വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴാണ് നമ്മളെ പാലത്തിൻ്റെ വീതി വളരെ ചെറുതായി പോകുന്നത്. ഇത്രയും വീതിയിലുള്ള റോട്ടിലൂടെ നമ്മളിപ്പോൾ കാണിച്ച ഇത്രയും വീതിയിലുള്ള റോട്ടിലൂടെ വാഹനങ്ങൾ വന്നതിൻ്റെ ശേഷമാണ് ഇവിടെ ചെറുതായി പോകുന്ന ഒരു പാലത്തിലേക്ക് കയറി വരേണ്ടത്. അപ്പോൾ ഈ എങ്ങനെ ആയാലും വാഹനങ്ങൾ കൂടുതലായി വരികയാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ബ്ലോക്കുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും പുതിയൊരു പദ്ധതി വന്നിട്ട് പോലും നമുക്ക് ഇത് പൂർണ്ണമായൊരു രീതിയിൽ വർക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റണമെന്നില്ല അറിയുമ്പോൾ സങ്കടമുണ്ട്. ഇതാണ് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഇത്രയും വീതിയുള്ള ഒരു റോഡ് തന്നെയാണ് കടന്നു വരുന്നത്. അവിടെ എത്തുമ്പോൾ ചെറുതായി പോവുകയാണ്. ഇനി ഈ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കെട്ടി കൊണ്ടുവരാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളുണ്ട്. പുതുതായിട്ട് നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിലൂടെയാണ് ബസ്സുകളും വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ മുകളിലൂടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് പുതുതായിട്ട് പണി കഴിഞ്ഞ പാലത്തിൻ്റെ മുകളിലൂടെ നമ്മൾ വന്നത്. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ റോഡ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പൊടി അടിച്ച് കളയുന്ന ഒരു വർക്കാണ്. ഇവിടെ ഒരു കോട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ടാറിങ്ങിന് വേണ്ടിയുള്ള പൊടി നീക്കുന്ന ഒരു വർക്കാണ് നടക്കുന്നത്. ആ ഭാഗത്ത് അത്രയും ഭാഗത്തേക്ക് മാത്രമാണ് സിമെൻറ്റിൻ്റെ ക്രാഷ് ബാരിയർ കൊടുക്കുന്നത്. അത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇരുമ്പിൻ്റെ ഒരു ക്രാഷ് ബാരിയറാണ് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഭാഗം എന്തുകൊണ്ടാണെന്നറിയില്ല ആ ഭാഗത്ത് മാത്രം ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ. അങ്ങനെയൊക്കെയുള്ളൊരു വർക്ക് എന്താണ് അറിയില്ല. അവിടുന്ന് അങ്ങോട്ട് ഭാഗത്തേക്ക് വീണ്ടും സിമെൻറ്റിൻ്റെ ക്രാഷ് ബാരിയർ അവിടെ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇനി ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം ഇതുപോലുള്ള ഭാഗങ്ങൾ, ജോയിൻറ്റിങ്ങൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഗ്യാപ്പുണ്ട്. അവിടെ നിന്ന് കാണാം നമുക്ക് വർക്കേഴ്സൊക്കെ മണ്ണും പൊടിയൊക്കെ നീക്കുന്നുണ്ട്. അത് തുടച്ചെടുക്കുന്ന ഒരു ട്രാക്ടറാണ് ഇവിടുന്ന്. ഇവിടെ ഫൈനൽ ടാറിംഗ് ആണ് ഇനി നടക്കാനുള്ളത്. അതിൻ്റെ മുന്നേ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ്. ഈ ഭാഗത്ത് ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യാനുള്ള ലൈൻ മാർക്കിങ് അങ്ങനെയുള്ള ബാക്കിയുള്ള വർക്കുകൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പൊന്നാനി മുതൽ പുതുപൊന്നാനി പാലത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള കാഴ്ചകൾ. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ജയ് ഹിന്ദ്.